ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നില്ലേ ഈദിനേക്കെല്ലാം പറ്റിയിട്ടുള്ള നല്ലൊരു പൊരിച്ച കോയിൻ്റെ ബിരിയാണി നോക്കിയാലോ. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. നോർമൽ ബിരിയാണിനേക്കാൾ അടിപൊളിയല്ലേ ഈ പൊരിച്ച ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ റെസിപ്പീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്നാക്സിൻ്റെ ഒക്കെ. അപ്പോൾ ഈ നോമ്പിനേക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ 3 കപ്പ് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് 3 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്തിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 10 പച്ചമുളകും 3 തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതാ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും തിരിച്ചും ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം കേട്ടോ. ഒരേ ഭാഗം തന്നെ ഇട്ട് വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതായിരുന്നു ഫ്രൈ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റും. ഇതേപോലെ ഇങ്ങനെ വിടിയിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ എന്നിട്ട് ബാക്കിയുള്ള മുഴുവനായിട്ടുള്ള ഉള്ളി ഞാൻ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചാട്ടോ എടുത്തേക്കുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അളവ് അങ്ങനെ മുന്തിരി അണ്ടിപ്പരിപ്പും ചോറിൽ അധികം കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം ഞാനിപ്പോൾ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ചിക്കനും മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരുമിച്ച് ഫ്രൈ ചെയ്യേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂണിന് ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂണോളം മുളക് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരില്ല അതും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് സെയിം ഓയിലില്ലേ അതാട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ എടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഈ ഉള്ളിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടാകുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 2 ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്ത് സെയിം ഓയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകില്ലേ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇനിയിപ്പോൾ ആ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണക്കം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച 3 തക്കാളി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഏകദേശം തക്കാളിയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒന്നുമില്ല അതിൻ്റെ പകുതിയോളം മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ പൊടിച്ചാൽ മതി. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനിൽ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ മിക്സായി വരണം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അത്രയും മതിയാവും. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ചിക്കനും ആ മസാലയൊക്കെ നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്.
ഒട്ടും തന്നെ വെള്ളമില്ല, നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണില്ലേ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളായിട്ട് ഗരം മസാലപ്പൊടി മാത്രമായിട്ട് ഇടുന്നുള്ളൂ, അത് മാത്രം മതി. എന്നാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിപ്പോൾ കുറേ മസാല പൗഡേഴ്സ് ഇടേണ്ടി ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരില്ലേ അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പുളിയില്ലാത്ത തൈരാട്ടോ എടുത്തത്. പുളിയുള്ള തൈരാണെങ്കിൽ ചെറുനാരങ്ങ നീരിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ചാണ് ഇട്ടത്. എന്നിട്ട് വീണ്ടും കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവ് തോന്നിയോണ്ട് പുളിയും എരിവും ഒക്കെ ബാക്കിയൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിലേക്കുള്ള റൈസ് ഇല്ലേ ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 3 ഏലക്കായി, 4 ഗ്രാമ്പൂ, 2 ചെറിയ പീസ് പട്ട, 2 ബേ ലീവ്സ്, ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വന്ന് ഇതിലേക്ക് 1/2 മുറി ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ഈ സമയം കേട്ടോ അവിടെ ചിക്കനും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മസാല ഉണ്ടാക്കിയതിന് ശേഷം എന്താ പറയുക ചോറിൻ്റെ ഇതും കൂടി ഇടുന്നത് കേട്ടോ. ഞാൻ രണ്ടും ഒരുമിച്ചാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് ജീരകശാല അരിയാണ് എടുത്തത്, അതുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്താ പറയുക, കുറച്ച് ഉപ്പ് അധികമായിട്ട് വേണം. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് ചോറിലേക്ക് ഉപ്പ് പിടിക്കുക കേട്ടോ. ഉപ്പ് കുറവായിട്ടല്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം, അപ്പോഴാണ് കറക്റ്റ്. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്ത് ജീരകശാല അരിയില്ലേ 3 കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയമൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇതേപോലെ എന്താ പറയുക ഒന്ന് തിള വരുന്ന സമയം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ മൂടി അടച്ച് വെക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് കറക്റ്റ് 15 മിനിറ്റ്. അതിൻ്റെ മുന്നേ ഒന്ന് ഇളക്കേണ്ടി ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് 15 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇടയിലൊന്നും തുറന്ന് നോക്കേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ദം ചെയ്യാൻ തുടങ്ങാം. നേരത്തെ മസാലയില്ലേ അത് ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചോറിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി മഞ്ഞ കളർ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ച് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ. 2 ലെയറായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബിരിയാണി കഴിക്കാൻ.
എന്താ പറയുക, നോർമൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ പൊരിക്കാണ്ടൊക്കെ ബിരിയാണി വെക്കുക. ഇനി ഇങ്ങനെ ഈ ടൈപ്പിലൊന്ന് ബിരിയാണി വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല സൂപ്പറാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ആയിട്ട് നിങ്ങൾ ബിരിയാണി വെക്കോളൂ. ഇനിയിപ്പോൾ ഇത് എന്താ പറയുക, ഇതിന് തീരെ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിക്ക് ഞാനിപ്പോൾ ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത പാത്രത്തിൻ്റെ മൂടിക്ക് ചെറിയൊരു ഹോൾസ് ഉണ്ട്, അതുകൊണ്ട് എന്താ പറയുക ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അഥവാ മൂടിക്ക് ഹോൾസ് ഒന്നും ഇല്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല, മൂടി തന്നെ അടച്ച് വെച്ച് കൊടുത്താലും മതി. എന്നിട്ടൊരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലോണം ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റ് 3/4 മണിക്കൂർ ഞാൻ വെച്ച് വിട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഈ സമയം നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സമയമല്ലേ ദം പൊട്ടിക്കുന്ന സമയം. ഇനി മേലേന്ന് ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഈ പെരുന്നാളിന് ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ.